നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിൽ അവസാന ടെസ്റ്റ് ഗുവാഹട്ടിയിൽ പുരോഗമിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ഏകദിന പരമ്പരയാണ്. ആ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ പരിക്കേറ്റ നായകൻ ശുഭ്മൻ ഗില്ലും ഉപനായകൻ ശ്രേയസ് അയ്യരും ഈ സ്ക്വാഡിലില്ല. അതുകൊണ്ട് ചില പുതിയ ഇൻക്ലൂഷൻസ് വന്നിട്ടുണ്ട്. മടങ്ങി വരവാണ്. രുദ്രാജ് ഗെയ്ക്വാദ് സ്ക്വാഡിലേക്ക് എത്തുന്നു. യശസ്വി ജയ്സ്വാൾ സ്ക്വാഡിലേക്ക് എത്തുന്നു. ഒപ്പം ഋഷഭ് പന്ത് ഇതാ ഏകദിന സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. പിന്നെ കോഹ്ലിയും രോഹിത്തും ഒക്കെ സ്ക്വാഡിലുണ്ട്. ഇപ്പോൾ ശുഭ്മൻ ഗിൽ ഇല്ലാത്തത് കൊണ്ട്, ശ്രേയസ് അയ്യർ ഇല്ലാത്തത് കൊണ്ട് പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, KL രാഹുലാണ് ക്യാപ്റ്റൻ. സോ KL രാഹുൽ നയിക്കും. നമ്മൾ സ്ക്വാഡ് നോക്കിയാണ് ആരൊക്കെയാണ് 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിലുള്ളത് എന്ന്. രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, തിലക് വർമ്മ, KL രാഹുൽ ക്യാപ്റ്റൻ, ഋഷഭ് പന്ത്, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ, രുദ്രാജ് ഗെയ്ക്വാദ്, പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ്, ധ്രുവ് ജുറൽ. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. 3 മത്സരങ്ങളാണ് ഏകദിന പരമ്പരയിലുള്ളത്. ആദ്യ മത്സരം നവംബർ 30-നാണ്. റാഞ്ചിയിലാണ് ആദ്യ കളി. രണ്ടാം മത്സരം ഡിസംബർ 3-നാണ്. റായ്പൂരിലാണ് ആ മത്സരം നടക്കുക. മൂന്നാം മത്സരം ഡിസംബർ 6-നാണ്. വിശാഖപട്ടണത്താണ് ആ കളിയുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.